ഇന്ന് തന്നെ ഡൗൺലോഡ് ചെയ്യൂ. കാണൂ നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ്. എന്റെ ഭാര്യയെ കുത്തിയ കേസിലും എന്റെ ലോറിയിൽ സ്പിരിറ്റ് വെച്ച കേസിലും എല്ലാത്തിലും നിന്റെ കയ്യൊപ്പ് പതിഞ്ഞിട്ടുണ്ടെന്ന് എനിക്കറിയാം. എല്ലാം കൂടി ചേർത്ത് കളക്ടറുടെ സഹായത്തോടെ മുകളിലേക്കൊരു പെരുക്കങ്ങ് പെരുക്കട്ടെ. താൻ ഈ പറഞ്ഞ കേരള പോലീസിന്റെ മുദ്ര വെച്ച തൊപ്പി എന്നേക്കായിട്ട് ഷോ കേസിലങ്ങ് ഇരിക്കും. വേണോ വേണ്ടയോ ഇപ്പൊ തീരുമാനിക്കണം. നസീറിനെ ഇപ്പം രക്ഷിച്ചു നിർത്തിക്കോ. പക്ഷേ ഇതെല്ലാം ചെയ്തതപ്പാൻ അവനാണെന്ന് അവനെ കൊണ്ട് തന്നെ ഞാൻ പറയിക്കാം. അസിസ്റ്റന്റ് കമ്മീഷണറുടെ സമക്ഷത്ത് തന്നെ. എന്നാ വരട്ടെ ചന്ദ്രബോസ് സാറേ. വാടാ. Damn it! എന്താ സ്റ്റേറ്റ് പോലീസിലെ ബുദ്ധിരാക്ഷസനെന്ന് സ്വയം വിശേഷിപ്പിക്കുന്ന ചന്ദ്രബോസ് സാറിന് ഞാൻ ചോദിച്ച ചോദ്യത്തിന് ഉത്തരം തരാൻ പറ്റുന്നില്ലേ? ഞാൻ ഇനി എന്ത് ചെയ്യണം? മാഡത്തിനാണെങ്കിലും പറഞ്ഞുതരാം. അന്ന് രോഹിത്തിന്റെ പേരിൽ ഇതെല്ലാം കൂടി എഴുതി വെച്ചിട്ട് കള്ളച്ചാരായം വിറ്റ് കോടികൾ ഉണ്ടാക്കാമെന്ന് പറഞ്ഞ മറ്റൊരു ബുദ്ധി കേന്ദ്രം. എനിക്കുള്ള മറുപടി അവിടെ നിന്ന് കിട്ടിയാലും മതി. ഞാൻ ഇനി എന്ത് ചെയ്യണം? കിട്ടാനുള്ള കോടികളുടെ കണക്കൊന്നും എനിക്ക് വേണ്ട. പകരം ഞാൻ മുടക്കിയ കോടികൾ എനിക്ക് കിട്ടിയാൽ മതി. അതും വാങ്ങിച്ചെനിക്ക് മലേഷ്യയിലേക്ക് തിരിച്ചു പോവാനാ. എടോ, താൻ ഒരുമാതിരി കൂട്ടിലടച്ച വെറിയനെ പോലെയാണെന്ന് പിടയ്ക്കാതെ. കാര്യം നമ്മളെ ഒരു അബദ്ധം സംഭവിച്ചു. ചൊൽപ്പടിക്ക് നിൽക്കുമെന്ന് കരുതിയവൻ പുറത്തു ചാടി. അവനെ മെരുക്കാൻ നോക്കിയിട്ട് ഇപ്പൊ നടക്കുന്നുമില്ല. പക്ഷെ അവൻ എത്രത്തോളം പോകുന്നു അറിയട്ടെ. എന്നിട്ട് നമുക്ക് അവനൊരു കൂച്ചു വിലങ്ങിടാം. നിങ്ങൾ കൂച്ചു വിലക്കാൻ തയ്യാറാക്കി വരുമ്പോ അവൻ ഇതൊക്കെ വിറ്റ് കാശാക്കിയിരിക്കും. അവനെന്ത് നോക്കാനാ? മുതൽ എന്റേതല്ലേ? ഇയാളും അതിനെന്തായാലും സാധ്യതയില്ല. ആ ഒരു വീടിനോട് എല്ലാവർക്കും ഉള്ളതുപോലെ അവനും ഉണ്ടൊരു അറ്റാച്ച്മെന്റ്. അതുകൊണ്ട് ആ ഒരു സാഹസത്തിനൊന്നും അവനെന്തായാലും നിൽക്കാൻ സാധ്യതയില്ല. നമ്മൾ വളർത്ത് നേരെ നിർത്തിയ പയ്യനല്ലേ. പല രീതിയിലൊന്ന് പറഞ്ഞു നോക്കാം. പണി നടന്നില്ലെങ്കിൽ ചെറിയൊരു പണി നമുക്ക് അങ്ങോട്ട് കൊടുക്കാം. കരയിൽ പിടിച്ചിട്ട പരൽമീന്റെ അവസ്ഥ എനിക്കിപ്പോ. കിടന്ന് പിടയ്ക്കാമെന്നല്ലാതെ ഒരു തരത്തിലും ഒരു ആശ്വാസഭാഗം ആരിൽ നിന്നും കിട്ടുന്നില്ല. ഒന്നും നടന്നില്ലെങ്കിലേ ഞാനവനെ കൊല്ലും. ഒന്ന് വിട്ടുന്ന പറയാതിരിക്കണോ? എടാ, കൊന്ന ആ സ്വത്തല്ല അവന്റെ ഭാര്യയുടെ പേരിലേക്ക് മാറിപ്പോത്തില്ലേ? അവനെ കൊണ്ട് തന്നെ തിരിച്ചെഴുതിച്ച് രജിസ്റ്റർ ചെയ്യാനുള്ള സംവിധാനം ഉണ്ടാക്കണം. ആണവൻ സമ്മതിക്കുവോ? സമ്മതിക്കണം. ഇല്ലെങ്കിൽ അതിനുള്ള വഴി കാണണം.